ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുക്കറിലാണ് ഈ എഗ് മന്തി റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എഗ് മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ അരി ഒന്ന് കഴുകിയിട്ട് അങ്ങ് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിനൊരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ക് ശ്രദ്ധിക്കുക. നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അത്രയും വെള്ളം നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനൊരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പാത്രം വെള്ളം ഞാൻ എടുക്കുന്നുള്ളൂ. വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്സയൊക്കെ റെഡിയാക്കി എടുക്കുന്ന വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ടങ്ങ് കുതിർത്തിയെടുക്കാം. ഞാനിപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്, കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മന്തി ഇങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഒരു ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് വാട്ടിയെടുക്കാം. ഇനി നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്കൊരു 3/4 സ്പൂണ് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ ഉണ്ടാവും, അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ വലിയൊരു തക്കാളി ഇതുപോലെ ജ്യൂസാക്കി എടുത്തതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ വലിയൊരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ടും ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. മാഗി കട്ട ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ ആ വെള്ളം മുഴുവനായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ വറ്റിയിട്ട് കിട്ടും. ഇനി നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടങ്ങ് വറ്റിയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നാക്കാം. ഇനി ഒരു 2 തുള്ളി ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊട്ടും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 തുള്ളി മാത്രമേ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ കളറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 ഇല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു 3 ഇല്ലി വെളുത്തുള്ളി മാത്രം. ഇനി ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുള്ള 4 മുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ട വെച്ചിട്ടാണ് നമ്മുടെ എഗ് മന്തി റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ നമ്മുടെ മുട്ട പൊട്ടിപ്പോവാതെ അതുപോലെ അങ്ങ്
ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലുള്ള വെള്ളം മുഴുവനായിട്ട് ഇതുപോലെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുള്ള ആ പാത്രത്തിന് ഒരു പാത്രം വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വാട്ടിയെടുത്തപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുട്ട ഉടഞ്ഞു പോവാതെ നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മുടെ അരി കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. 15 മിനിറ്റ് എന്തായാലും വെക്കണം. കാരണം നമ്മൾ കുക്കറിൽ റെഡിയാക്കുന്നതല്ല, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അരിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കറ് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ ഗ്യാസിൽ വെക്കുന്നുള്ളൂ. കൂടുതൽ ടൈം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വിസിൽ വരുന്നത് വരെ മാത്രം നമ്മൾ ഗ്യാസിൽ വെച്ചാൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് ഇതിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എഗ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി പോയതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് കഴിക്കാം. ഇതുപോലെ മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതുപോലെ കുക്കറിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ പെട്ടെന്നൊരു മന്തിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എഗ് മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ റൈസ് ഒന്ന് നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഉടഞ്ഞു പോകാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് അങ്ങ് വിളമ്പാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.